മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളുടെ സബ്ജക്റ്റിൻ്റെ ക്ലാസ് മുന്നോട്ട് പോവുകയാണ്. നമ്മൾ മൊഡ്യൂൾ 1-ൽ തന്നെ നിൽക്കുന്നു. അതിൻ്റെ യൂണിറ്റ് 2-ലേക്ക് കടന്നെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. നന്നായിട്ട് എല്ലാ വിദ്യാർത്ഥികളും എല്ലാ ദിവസവും പറയുന്നതാണ്, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായന ഉണ്ടായിരിക്കുക, കാര്യങ്ങൾ കാണാതെ പഠിക്കണം. അതിലുപരി പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും കുട്ടികൾ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മളുടെ CREയുടെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പം നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇന്ന് നമ്മൾ പഠിക്കുന്ന പാഠഭാഗങ്ങൾ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും. ഫസ്റ്റ് വൺ അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്, നെക്സ്റ്റ് വൺ റിവോക്കേഷൻ ഓഫ് ലൈസൻസ്, തേർഡ് വൺ ഇല്ലീഗൽ അസോസിയേഷൻ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഈ ഓർഡറിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ ടെക്സ്റ്റ് ബുക്കും നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് കണ്ടതിന് ശേഷം അല്ലെങ്കിൽ വീഡിയോ ക്ലാസ് കാണുന്നതിനോടൊപ്പം നിങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കും കൂടി വെച്ച് കാര്യങ്ങൾ പഠിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ടുഡേ വി ഡിസ്കസ്ഡ് അബൌട്ട് അസോസിയേഷൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. അസോസിയേഷൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അസോസിയേഷൻ മീൻസ് ഒരു സംഘടന. നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റിന് വേണ്ടി അല്ല, ലാഭത്തിന് വേണ്ടിയല്ല. ഇപ്പം എന്താണ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ? പ്രോഫിറ്റിന് വേണ്ടി അല്ലാത്ത സംഘടനകൾ എന്നാണ് അർത്ഥം. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇപ്പം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ കേട്ട കാര്യമാണ്. ലിസൺ ഹിയർ. ഒരു പബ്ലിക് കമ്പനിയുടെ at the end of the name of a public company we added a word that is limited. ഒരു പബ്ലിക് കമ്പനിയുടെ പേരിന്റെ എൻഡില് നമ്മൾ ആഡ് ചെയ്യുന്ന വേർഡാണ് ഏതെന്ന് പറയുന്നത്? ലിമിറ്റഡ് എന്ന പദം. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിച്ചതാണ്, ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പേരിന്റെ അവസാനമാണെങ്കിൽ നമുക്കറിയാം പി ലിമിറ്റഡ് എന്നായിരിക്കും ആഡ് ചെയ്തിരിക്കുക. പി ലിമിറ്റഡ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞാണ്, നമ്മൾ എങ്ങോട്ടെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങൾ ഇനി ബോർഡുകൾ ശ്രദ്ധിച്ചോണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഒരു കമ്പനിയുടെ പേരിന്റെ അവസാനം ലിമിറ്റഡ് എന്നാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത് പബ്ലിക് കമ്പനിയാണെന്നും. ഒരു പേരിന്റെ അവസാനം, ഒരു കമ്പനിയുടെ പേരിന്റെ അവസാനം പി ലിമിറ്റഡ് എന്നാണ് കാണപ്പെടുന്നതെങ്കിൽ അത് പ്രൈവറ്റ് ലിമിറ്റഡ് ആണെന്നും മനസ്സിലാക്കിക്കൊള്ളണം എന്ന് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇന്ന് നമ്മൾ പറയുന്നത് മറ്റൊരു വിഭാഗം കമ്പനിയെ കുറിച്ചാണ്. ഏതാണ്? ദാറ്റ് ഈസ് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ്. ഇത്തരം കമ്പനികളുടെ പേരിന്റെ അവസാനം ഈ ലിമിറ്റഡ് എന്നുമല്ല, പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുമല്ല, മറിച്ച് അവിടെ ചേർക്കുന്ന പദം എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന പദമാണ്. അപ്പോൾ ഒരു അസോസിയേഷന്റെ പേരിന്റെ കൂടെ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന പദം കൂടി ചേർത്താണ് അതിന്റെ പേരിട്ടതിരിക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം അത് എന്ത്, വിച്ച് ടൈപ്പ് ഓഫ് കമ്പനി? ദാറ്റ് ടൈപ്പ് ഓഫ് കമ്പനി ഈസ് അസോസിയേഷൻസ് നോട്ട് ഫോർ പ്രോഫിറ്റ് ആയിരിക്കും എന്നുള്ളത്. ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ സെപ്പറേറ്റ് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ ഇത്തരം അസോസിയേഷനുകൾ രൂപപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു അസോസിയേഷൻ രൂപപ്പെടുത്തണമെങ്കിൽ അതിന് 3 കണ്ടീഷൻസ് അവിടെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ സെൻട്രൽ ഗവൺമെൻറ് ഇതുപോലെയുള്ള അസോസിയേഷനുകൾക്ക് രൂപം കൊടുക്കാൻ സമ്മതിക്കുകയുള്ളൂ.
ഫസ്റ്റ് വൺ, കൊമേഴ്സ്, ആർട്ട്, സയൻസ്, റിലീജിയൻ മുതലായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ട അസോസിയേഷൻ ആയിരിക്കണം. അതിനുവേണ്ടി രൂപം കൊടുത്ത സംഘടനയാണെന്ന് ഗവൺമെന്റിന് ഒരു ഉറപ്പ് കിട്ടിയാൽ മാത്രമേ ലിമിറ്റഡ് ലയബിലിറ്റി എന്ന പദം കൊടുത്ത് ഇതുപോലുള്ള അസോസിയേഷനുകൾ രൂപപ്പെടുത്തുവാൻ സെൻട്രൽ ഗവൺമെന്റ് അനുമതി തരികയുള്ളൂ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, ഏത് പ്രസ്ഥാനമാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരു ലാഭം ഉണ്ടാകും. ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഇൻ കേസ് ലാഭമാണ് ഈ കാര്യങ്ങളെല്ലാം നടത്തിയിട്ട് ഈ അസോസിയേഷന് ലാഭമാണ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണ് ഉണ്ടാകുന്നത് എങ്കിൽ ആ പ്രോഫിറ്റ് ഒരിക്കലും ഇതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സ് വീതം വെച്ചുകൊണ്ട് പോകാൻ പാടില്ല. മറിച്ച് ഈ സ്ഥാപനത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ആ പണം ഉപയോഗിക്കണം എന്നാണ് അടുത്ത വ്യവസ്ഥ എന്ന് പറയുന്നത്. തേർഡ് വൺ, ഒരു കാരണവശാലും ഈ അസോസിയേഷനിലുള്ള വ്യക്തികൾ ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം വീതിച്ചെടുക്കാനും പാടില്ല എന്നൊരു വ്യവസ്ഥയും കൂടെ ഉണ്ട്. ക്ലിയർ ആയെന്ന് കരുതുന്നു. നമ്മൾ പഠിക്കുന്നത് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റിനെ കുറിച്ചാണ്. പെട്ടെന്ന് പോയിന്റ്സ് ഒന്നുകൂടെ ഞാൻ പറയാം. കമ്പനികളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിച്ചാൽ നമുക്കറിയാം. പബ്ലിക് കമ്പനി, പ്രൈവറ്റ് കമ്പനി. പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് ലിമിറ്റഡ്, പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ അതിൻ്റെ പേരിൻ്റെ ലാസ്റ്റ് പി ലിമിറ്റഡ് എന്നുള്ള പദം ചേർക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഈ മൂന്നാമത്തെ ടൈപ്പ് കമ്പനി അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റിൻ്റെ പേരിൻ്റെ അവസാനം ഇവ രണ്ടുമല്ല ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള പദം ഉപയോഗിക്കാമെന്നാണ് പറഞ്ഞത്. ഇത്തരം അസോസിയേഷനുകൾ ഫോം ചെയ്യണമെങ്കിൽ ആരുടെ അനുമതി വേണം? സെൻട്രൽ ഗവൺമെന്റിന്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരം കമ്പനികൾ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്തരം കമ്പനികളായിട്ട് അനുവാദം കൊടുക്കണമെങ്കിൽ അതെന്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതായിരിക്കണം? ഫസ്റ്റ് വൺ കൊമേഴ്സ്, സെക്കൻഡ് വൺ സയൻസ്, ആർട്ട്, റിലീജിയൻ മുതലായ കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി തുടങ്ങുന്ന സംഘടനയായിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് ലഭിക്കുന്ന പ്രോഫിറ്റ് ഒരിക്കലും ആര് വീതിച്ചെടുക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞ മെമ്പേഴ്സ് വീതിച്ചെടുക്കാൻ പാടില്ല. അതോടൊപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന ലാഭം ഈ സ്ഥാപനത്തിൻ്റെ തന്നെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം എന്നും കൂടാണ് പറയുന്നത്. ഈ വ്യവസ്ഥകളെല്ലാം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അസോസിയേഷനെ നമുക്ക് അസോസിയേഷൻ നോട്ട് ഫോർ പ്രോഫിറ്റ് എന്ന് വിശേഷിപ്പിക്കാം. ഇതിങ്ങനത്തെ അസോസിയേഷൻ ആണെന്ന് ഓർത്ത് മറ്റ് കമ്പനികൾക്ക് ലഭിക്കുന്ന പ്രിവിലേജസ് ഒന്നും ഇതിന് കിട്ടാതിരിക്കുകയില്ല. ഒരു ലിമിറ്റഡ് കമ്പനിക്ക് ലഭിക്കുന്ന എല്ലാ പ്രിവിലേജസോടും കൂടി ഇത്തരം കമ്പനികൾക്കും പ്രവർത്തിക്കാൻ സാധിക്കും. ക്ലിയർ ആയല്ലോ? That type of company is called association not for profit. നെക്സ്റ്റ് ഒരു പോർഷൻ നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റും. റിവോക്കേഷൻ ഓഫ് ലൈസൻസ്. റിവോക്കേഷൻ എന്ന പദത്തിന്റെ അർത്ഥം റദ്ദാക്കുക എന്നാണ്. അപ്പൊ എന്ത് റദ്ദാക്കുന്നതിനെ കുറിച്ചായിരിക്കും? കമ്പനികൾക്ക് കൊടുക്കുന്ന ലൈസൻസ് റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ അടുത്ത പോയിന്റ്. അതായത് ഒരു സെൻട്രൽ ഗവൺമെന്റിന് എപ്പോൾ വേണമെങ്കിലും കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കാനുള്ള അവകാശമുണ്ട്. കമ്പനികളുടെ ലൈസൻസ് റദ്ദാക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, കേന്ദ്ര ഗവൺമെന്റ് ഒരു നോട്ടീസ് ഈ കമ്പനിക്ക് അയക്കും. അതായത് ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ലൈസൻസ് റദ്ദാക്കാൻ പോകുകയാണെന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു നോട്ടീസ് കേന്ദ്ര ഗവൺമെന്റ് ഈ കമ്പനികൾക്ക് അയക്കും. ശേഷം വീണ്ടും സമയം കമ്പനിക്ക് കൊടുക്കും. ഈ റദ്ദാക്കലിനെതിരെ, ഈ റിവോക്കേഷനെതിരെ എന്തെങ്കിലും ഈ കമ്പനിക്ക് പറയാനുണ്ടെങ്കിൽ അവരുടെ ഭാഗം കൂടി കേൾക്കാനുള്ള ഒരു സമയം കൂടി അനുവദിച്ചു കൊടുക്കും. ഈ രണ്ട് പ്രോസസ്സും, അതായത് രണ്ട് ഭാഗങ്ങളും ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ എല്ലാ വശത്തു നിന്നും അവർ പറയാനുള്ളതും ഗവൺമെന്റിന് പറയാനുള്ളതും ഓക്കെ ആണെങ്കിൽ
മാത്രമേ എന്ത് നടപടിയിലേക്ക് നീങ്ങുകയുള്ളൂ? ഒരു റിവോക്കേഷൻ ഓഫ് ലൈസൻസ് എന്ന പ്രക്രിയയിലേക്ക് മാറുകയുള്ളൂ. ക്ലിയർ ആയല്ലോ? അങ്ങനെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിൽ ലൈസൻസ് റദ്ദ് ചെയ്യും. റദ്ദ് ചെയ്താൽ പിന്നെ ഒരു പബ്ലിക് കമ്പനി ആണെങ്കിൽ ഒരു പബ്ലിക് കമ്പനിക്കുള്ള ഒരു ആനുകൂല്യവും ലഭിക്കുകയില്ല. ഒരു പ്രൈവറ്റ് കമ്പനി ആണെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്കുള്ള ഒരു ആനുകൂല്യവും പിന്നീട് കമ്പനീസ് ആക്ട് പ്രകാരം ലഭിക്കുകയില്ലെന്നോട് ഓർക്കുക. അപ്പോൾ ഒരു കമ്പനിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് അതിൻ്റെ ലൈസൻസ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് റദ്ദാക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് റിവോക്കേഷൻ ഓഫ് ലൈസൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പം ബോർഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു പോയിന്റും കൂടെ അവിടെ അവശേഷിക്കുന്നുണ്ട്, ഇല്ലീഗൽ അസോസിയേഷൻ. അത് തൊട്ടടുത്ത വീഡിയോ ക്ലാസ്സിൽ തന്നെ ക്ലാസ് എടുക്കും. അപ്പം വിദ്യാർത്ഥികൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഈ ഭാഗം എടുത്ത് വായിച്ച് നോക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഇന്നത്തെ ക്ലാസ് ഈ ഒരു വീഡിയോ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ്. ബാക്കി ഇല്ലീഗൽ അസോസിയേഷൻ എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഉടൻ തന്നെ ഇടുന്നുണ്ട്. അപ്പം എല്ലാവർക്കും താങ്ക് യു.